ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. കർത്താവിന്റെ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയോടും ഞാൻ പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ എത്ര ഭയങ്കര വിഷയമാണെങ്കിലും ആ സകല വിഷയങ്ങളും നിങ്ങളുടെ മുമ്പിൽ അത്ഭുതമാകാൻ വേണ്ടി പോകുന്നു. 23-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ യേശുക്രിസ്തു പറയും, ഞാൻ നല്ല ഇടയനാകുന്നു, ഞാൻ ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്ന ഇടയനാണ്, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. ഇങ്ങനൊരു വാക്ക് കർത്താവ് പറയുന്നത്, എന്റെ ആടുകളോ എന്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിക്കത്തില്ല. നിങ്ങളെ പറ്റിയാണ് പറയുന്നത്. നിങ്ങൾ ഒരു കാരണവച്ചാലും നശിക്കത്തില്ല. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ യേശുക്രിസ്തുവിന്റെ ആടുകളാണ്. എന്റെ കൂടെ എന്ന് പറയണം, ഞാൻ നശിക്കാനുള്ളവനല്ല, ഞാൻ ജീവനിൽ വാഴാനുള്ളവനാണ്. ബൈബിൾ പറയുന്നു, എനിക്കൊരു ഇടയനുണ്ട്, എനിക്ക് വേണ്ടി ജീവൻ കൊടുത്ത ഒരു ഇടയനായ യേശുക്രിസ്തു ഉണ്ട്. ആ കർത്താവ് എന്നോട് പറയുന്നു, ഞാൻ ഒരു നാളും നശിക്കത്തില്ല. കർത്താവിന് എന്നെപ്പറ്റി ഇത്രയും ഉറപ്പുണ്ടെങ്കിൽ, ഞാൻ പറയുന്നു, ലോകത്തിൽ ഏത് സാഹചര്യം നിങ്ങളുടെ മുമ്പിൽ വന്നാലും വിളിച്ചു പറയണം, എന്റെ ദൈവത്തിന് എന്നെപ്പറ്റി പറയുന്നു, ഞാൻ ഒരു നാളും നശിക്കത്തില്ല. കാര്യം ഇടയന്റെ ഉറപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ആമേൻ പറഞ്ഞ് ഈ വചനം സ്വീകരിക്കുക. എന്റെ കൂടെ എവിടെ നിന്ന് കേൾക്കുന്നവരാണെങ്കിലും പറയണം, ഞാൻ നശിക്കത്തില്ല, എനിക്ക് നല്ല ഇടയനുള്ളത് കൊണ്ട്, എനിക്ക് വേണ്ടി ജീവൻ കൊടുത്ത കർത്താവായ യേശുക്രിസ്തു ആകുന്ന നല്ല ഇടയനുള്ളത് കൊണ്ട് ഞാൻ ഒരു നാളും നശിക്കത്തില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. ഇന്നത്തെ ദിവസം പറയണം, ഞാൻ നശിക്കാൻ വേണ്ടിയല്ല ഇറങ്ങിത്തിരിക്കുന്നത്, ഞാൻ ജീവനിൽ വാഴാൻ വേണ്ടിയാ. സ്വർഗീയ നല്ല പിതാവേ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. രോഗികളായി ഭാരപ്പെടുന്നവര്, രോഗമുള്ള ഭാഗത്ത്, വേദനയുള്ള ഭാഗത്ത് സ്വന്തം ശരീരത്തിൽ കൈവച്ചാട്ടെ. ഇപ്പോൾ പറയണം, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നശിക്കത്തില്ല, ഞാൻ അത്ഭുത സൗഖ്യം ഇപ്പോൾ കാണാൻ വേണ്ടി പോകുന്നു. എന്റെ വേദന ഇപ്പോൾ സൗഖ്യമാകുന്നു, എന്റെ രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകുന്നു. ഈ നിമിഷം തന്നെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യങ്ങൾ നടക്കുന്നു. ആ വേദന അവിടെ മാറിയിരിക്കുന്നു. എന്താണോ നിങ്ങളുടെ ബുദ്ധിമുട്ട്, ഇപ്പോൾ അവിടെ ഇല്ല. യേശു അത്ഭുതം ചെയ്തിരിക്കുന്നു. കർത്താവേ, ഇന്നത്തെ ദിവസം ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്നവരോട് ഞാൻ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അപ്പ അത്ഭുതകരമായ വഴികൾ തുറക്കട്ടെ. യഹോവ ഞങ്ങളുടെ ഇടയനാകുന്നു, ഞങ്ങൾക്കൊന്നിനും മുട്ടില്ല. അതുകൊണ്ട് ഇന്നത്തെ ദിവസം വലിയ ദൈവപ്രവൃത്തി ഞങ്ങൾ കാണും. അത്ഭുതങ്ങൾക്ക് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.